നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ സ്റ്റീൽ ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ സ്റ്റീൽ ഡോറിൻ്റെയും മരത്തിൻ്റെയും ഒക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നമ്മൾ കൂടുതലും അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ സ്റ്റീൽ ഡോറിൻ്റെ ഒരു ഡോറ് നമ്മൾ ഡെമോ ആയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഇൻസ്റ്റലേഷൻ കാണിക്കുന്നില്ല, ഇൻസ്റ്റലേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളതിൻ്റെ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് സ്പെസിഫിക്കേഷൻസ് നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റീൽ ഡോറ് വാങ്ങുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റീൽ ഡോർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള അവൈലബിൾ ആണ്, നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡെമോ അടക്കം അത് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോയിൽ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യം കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിത് സ്റ്റീൽ ഡോറ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ കയറിയിട്ട് ജീവ എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, ജീവ എന്ന് പറഞ്ഞ് സ്റ്റീൽ ഡോറ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. അതിൽ ജീവേൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ ജീവ സ്റ്റീൽ ഡോർ എന്ന് അടിച്ചാൽ മതിയാവും. അപ്പം അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ആവശ്യമുള്ള ഡിസൈൻസ് ഏതാണോ അത് ചൂസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ, കാർട്ടിൽ ആഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ വിത്തിൻ 2 days ആണ് കേരളത്തിലെ ഡെലിവറി സമയം പറയണത്. അല്ലാതെ അതിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡോറ് പറയാൻ കാരണം ഞാൻ ആമസോണിൽ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു ഡോറിൻ്റെത് പറയാൻ കാരണം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ഡോർ. ഇത് ശരിക്കും ഈ കവേർഡായിട്ടാണ് വന്നത്. ഇങ്ങനെ കവേർഡായിട്ട് ഒരു ബോക്സ് കൂടി ഉണ്ടാവും. ആ ബോക്സ് പൊട്ടിച്ചതിൻ്റെ ശേഷം ഒരു ബബിൾ പാക്ക് വരുന്നുണ്ട്. ബബിൾ പാക്ക് വന്നതിൻ്റെ ശേഷം ബബിൾ പാക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ മേലെ പുറമെ ഒരു ലാമിനേഷനൊക്കെ ഉണ്ട്. ഡോറിൻ്റെ പുറമെ ലാമിനേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അകത്ത് ഒരു തെർമോക്കോളിൻ്റെ ഒരു ഷീറ്റ് കൂടി വരുന്നുണ്ട്. നമ്മളിതിൻ്റെ ശരിക്കും ഉള്ളിൽ കോട്ടഡാണ്. ഉള്ളിൽ പ്രൈമർ കോട്ടഡാണ് ഉള്ളിൽ വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതിനൊരു തെർമോക്കോൾ വരുന്നുണ്ട്. തെർമോക്കോളിൻ്റെ ഒരു പീസ് വരുന്നുണ്ട്. പിന്നെ ഒരു കാർട്ടൂണിൽ കവേർഡായിട്ടാണ് ഇത് വരിക. അപ്പം വരുന്ന സമയത്ത് അതിൽ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം വെൽ പാക്കഡ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ കഴിച്ചു വെച്ചതാണ്. ഇത് കഴിച്ചു വെച്ചതാണ്. നമ്മളിതിൽ പറയാൻ പോണത് ഈ ഒരു ഡോറിൻ്റെ ഇപ്പം നമുക്ക് കിട്ടിയ ഡോറിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും അതിന് ഹാൻഡിലും കാര്യങ്ങളൊക്കെ കണക്റ്റ് ചെയ്യണം. സാധാരണ ഇത് സ്റ്റീൽ ഡോറ് വാങ്ങുന്നവർ തന്നെ അവർ ചെയ്തു തരും. പക്ഷേ നമുക്ക് അതും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഹാൻഡിൽ എങ്ങനെ പിടിപ്പിക്കാം, നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പം കമ്പനിയെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പറയാൻ പോണത്. ഇതിപ്പം ഇങ്ങനെ ലാമിനേറ്റഡ് ആയിട്ടാണ് ഈ ഡോറ് വന്നിരിക്കുന്നത്. ലാമിനേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു കവറിങ് ആണ്. കവർ പൊളിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ കോട്ടിങ് കാര്യങ്ങൾ, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വീണിട്ടൊന്നുമില്ല. ഇതിൻ്റെ കമ്പനിയുമായിട്ട് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ പൗഡർ കോട്ടഡ് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ടൈപ്പാണ് അതിൻ്റെ ലാമിനേറ്റഡ്, അത് UV പ്രൊട്ടക്റ്റഡ് ആണ് എന്നും ഒക്കെ പറയുകയുണ്ടായി. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമ്പോൾ വേറെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് ഇതിൻ്റെ തിക്നെസ് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പം 9 ഇഞ്ച് വീതി വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രെയിമിന്. അതായത് വാൾ കവേർഡാണ് ഈ ഒരു ഡോറ്. ഈ ഡോറ് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം വാൾ കവേർഡ് ആയതുകൊണ്ട് തന്നെ ഈ ഡോറ് ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫുള്ളായിട്ട് സാധാരണ ഫ്രെയിമേ തട്ടി നിൽക്കും. ഡോറെല്ലാം ഓപ്പൺ ചെയ്താൽ ആ ഒരു സ്പേസ് നമുക്ക് നഷ്ടപ്പെടും. ഈ ഒരു ഡോറിന് നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. വാൾ കവേർഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഫ്രെയിം വാളിൻ്റെ പുറത്തേക്ക് വരും, പുറത്തുനിന്നേ. അപ്പം ശരിക്കും പുറത്ത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ
180 ഡിഗ്രിയിൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഡോറ് ശരിക്കും ഫുള്ളായിട്ട് തുറക്കാൻ പറ്റും. 180 ഡിഗ്രി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഡോറ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിമിൽ നമ്മളിപ്പം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇതുപോലെ ശരിക്കും ശ്രദ്ധിക്കണം. ഡോറ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇതുപോലെ കോട്ടിംഗ് ഉണ്ടോ എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കണം. ഈ ഒരു കോട്ടിംഗ് ഉണ്ടായ കാരണം ഈ ഭാഗത്ത് നമുക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ്. ആ ഭാഗത്ത് കോട്ടിംഗ് ഇല്ലെങ്കിൽ, സാധാ മെറ്റൽ ഷീറ്റ് മാത്രമാണ് അതിനൊരു കോട്ടിംഗ് വന്നിട്ടില്ലെങ്കിൽ, ഒന്നുകിൽ നിങ്ങളത് കോട്ടിംഗ് MRFൻ്റെ അപ്പോക്സിയോ എന്തെങ്കിലും വെച്ചിട്ട് കോട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ കോട്ടിങ്, കമ്പനി കോട്ടിങ് വരുന്ന ഡോറുകൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തുർക്കിയുടെ ഡോറുകളൊക്കെ അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഡോറുകളായിരിക്കും. പിന്നെ ഇതിന് പീപ്പ് ഹോൾ ഉണ്ട്. പീപ്പ് ഹോള് നമുക്കത് ബെല്ലുണ്ട്. ബെല്ല് നമുക്ക് ഇത് അയച്ചെടുക്കാൻ പറ്റും. ഞാനത് അയച്ചെടുത്തതാണ്. അപ്പോൾ അതിനൊരു ഹോളുണ്ട്. ആ ഹോള് വഴി നമുക്കതിൽ ബാറ്ററി ഇട്ടിട്ട് നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ അത് ബെല്ലടിക്കാൻ പറ്റും പുറത്തുനിന്ന്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇതിൽ ബാറ്ററി ഇടാം. ബാറ്ററി ഇട്ടിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കുക. ശരിക്കും അത് കറക്റ്റ് ആ പൊസിഷനിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇതിനൊരു നോബുണ്ട്, ബാക്കിയുള്ള കാര്യം ഇതുണ്ട്, അത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ശരിക്കും പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണാനും പറ്റും. ബെല്ലടിക്കാൻ പുറത്തുനിന്ന് ബെല്ലടിക്കേണ്ട ആൾക്കാർക്ക് ഡോറയിലൊരു ബെല്ലുണ്ടാവുകയും ചെയ്യും. ഒരു ഡോറയിൽ തന്നെ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ടാവും. അതടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ബെല്ലിൻ്റെ ഒരു ഉപകാരം നടക്കുകയും ചെയ്യും അതിന്. അങ്ങനെ ഒരു കാര്യം ഇതിലുണ്ട്. ഇത് ശരിക്ക് ഇതാണ് ആ ബെല്ല്. ഇതിൻ്റെ സൗണ്ട് ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാവും അതിൽ. ബാറ്ററി ഇട്ടിട്ട് ബെല്ലടിക്കുന്ന ഒരു സൗണ്ടാണ്. പിന്നെ നമ്മൾ സ്റ്റീൽ ഡോറിൻ്റെ കാര്യം പറഞ്ഞതിൽ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ തിക്നെസ്. ഇതിൻ്റെ 2 തരത്തിലുണ്ട്. അതിന് ഫ്രെയിമിൻ്റെ തിക്നെസ് 1.2 തിക്നെസ്സാണ് ഇതിന് വരുന്നത് ഫ്രെയിമിന്. അതുപോലെ തന്നെ ഡോർ തിക്നെസ്, ലീഫിൻ്റെ തിക്നെസ് 1 mm തിക്നെസ്സിൻ്റെ ഷീറ്റാണ് വരുന്നത്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ലീഫിൻ്റെ തിക്നെസ് 70 mm ആണ്. 70 mm ആണ് അതിൻ്റെ ലീഫിൻ്റെ തിക്നെസ് വരുന്നത്. ഇത് നമ്മൾ ഡോറിൻ്റെ ഹാൻഡിൽ ഒരു ബോക്സിൽ, സെപ്പറേറ്റ് ബോക്സിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ 2 സ്ക്രൂ ആദ്യം തന്നെ ഈ ഒരു സ്ക്രൂ ആദ്യം പിടിപ്പിക്കുക. എന്നിട്ട് ഇതിൽ ആ ഒരു കീയുടെ ഒരു ടോപ്പ് വരുന്നുണ്ട്. അതിൻ്റെ പിന്നെ സിലിണ്ടറിന് ടോപ്പായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ടോപ്പ് വരുന്നുണ്ട്. അത് 2 ഭാഗത്തും വെക്കാനുണ്ടാവും. അതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു സ്ലീവ് ഉണ്ട്. ആ സ്ലീവ് ആദ്യം ഇടുക. എന്നിട്ട് ഈ സിലിണ്ടർ ടോപ്പ് ഇട്ട് കൊടുക്കുക. സിലിണ്ടർ ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് 2 ഭാഗത്തൊന്ന് സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കാനുണ്ടാവും. അത് ടൈറ്റ് ചെയ്യുക. അതുപോലെ ചില ഡൗട്ട് ഉണ്ടാവും. ഈ ഒരു ഡോറിന് നമ്മൾ സ്റ്റീൽ ഡോർ ആയതുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവുമോ, സ്റ്റീലിൻ്റെ സൗണ്ട് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ പൊതുവേ ആൾക്കാർക്കുള്ളതാണ്. പക്ഷേ ഇത് ഹണികോമ്പ് ഫില്ലായിട്ട് വരുന്നതുകൊണ്ട് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ സൗണ്ടോ മുട്ടിക്കഴിഞ്ഞാൽ അത് ഡോറ് വുഡനാണോ അല്ലെങ്കിൽ സ്റ്റീലാണോ എന്ന് നമുക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒന്നാമത് ലുക്ക് വൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. രണ്ടാമത് ഇത് തട്ടിക്കഴിഞ്ഞാലോ ഒന്നും സ്റ്റീലിൻ്റെ സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വരുന്ന കീ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. 7 കീയാണ് ഉണ്ടാവുക. 7 കീ വന്നു കഴിയുകയാണെങ്കിൽ ആ 7 കീയും ഇതിൽ 2 മാസ്റ്റർ കീ ആയിരിക്കും. ബാക്കിയെല്ലാം അല്ല നോർമൽ കീ ആയിരിക്കും.
ഇതിൽ നമുക്ക് രണ്ടാമത് നോക്കേണ്ടത് ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് പുറകിലെ വശമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ആ സിംഗിൾ ലോക്കിൻ്റെ ആ ഒരു ഇതുണ്ട്, അതാണ് കറക്റ്റായിട്ട് അത് കയറ്റി കൊടുക്കേണ്ടത്. പിന്നെ അത് കയറ്റി കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും, ഒന്നും നോക്കേണ്ടതില്ല. ഫ്രണ്ടിലിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഇതുപോലെ ഫ്രണ്ടിലുള്ള ഈ ഹാൻഡിലിൻ്റെ ഹാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ റബ്ബറിൻ്റെ ഒരു സ്ലീവ് ഇത് എല്ലാ രണ്ടിനും ഉണ്ടാവും. റബ്ബർ സ്ലീവ് ആദ്യം ഇട്ടിട്ട് മാത്രമേ നമുക്കത് പിന്നെ ഈ ഒരു ഹാൻഡിൽ ഇടാൻ പാടുള്ളൂ. അപ്പോൾ അത് ഇടുക. കറക്റ്റായിട്ട് ഇട്ടിട്ട് സ്ക്രൂ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ അതുപോലെ ഈ ഒരു സംഭവം ഇതൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റും. അത് പൊളിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന് കറക്റ്റായിട്ട് അതിൻ്റെ ഫുള്ളായിട്ടുള്ള അതിൻ്റെ കളറ് കിട്ടും. അതുപോലെ ഡോറിൻ്റെ പുറമേയും ഈ ലാമിനേറ്റഡ് ആണ് വരുന്നത്. അതും ശരിക്ക് കവറെല്ലാം നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേറൊരു കാര്യം വരുന്നത്, ഇതിന് സ്ക്രാച്ചസ് വീഴാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അതുപോലെ തന്നെ ഔട്ട്ഡോറൊക്കെ വെക്കുന്ന ഡോറുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്ക്രാച്ചസിൻ്റെ കാര്യം, അതുപോലെ കളറ് ഫെയ്ഡ് ആവുന്നതിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡോറുകൾ അങ്ങനെ കളറ് ഫെയ്ഡ് ആവാറില്ല. ഇനിയിപ്പം കളറ് ഫെയ്ഡ് ആവുന്ന അത്രയും വെയിലുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മഴ പെയ്യുന്ന സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് ഒരുവിധം GI ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പിന്നെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സെറാമിക് കോട്ടിങ് ഇതിൽ ചെയ്യുന്നുണ്ട്. സെറാമിക് കോട്ടിങ് ആവശ്യമുണ്ടെങ്കിൽ കമ്പനിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ സെറാമിക് കോട്ടിങ് അടക്കം ചെയ്ത് നമുക്ക് തരും. അപ്പോൾ അത് സ്പെഷ്യൽ പ്രൈസ് വരുന്നുണ്ട്. അതിൻ്റെ ആവശ്യം വരുന്നില്ല. സാധാരണഗതിയിൽ ആരും അങ്ങനെ സെറാമിക് കോട്ടിങ് ചെയ്യാറില്ല. നമുക്ക് ബേസ്ഡ് ഓൺ റിക്വയർമെൻറ്റിന് അവർ കമ്പനിയിൽ നിന്ന് തന്നെ അവർ സെറാമിക് കോട്ടിങ് ചെയ്തു തരും. ഞാനിത് സെറാമിക് കോട്ടിങ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കീ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കീ ക്രോസിലായിരിക്കും വരിക. നേരെ താഴേക്ക് അയച്ചെടുക്കുമ്പോൾ നമ്മൾ വുഡൻ ഡോറിൻ്റെ കീ അയച്ചെടുക്കുന്ന പോലെ അല്ല വരിക, ക്രോസിലാണ് നമുക്ക് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കീ ഉണ്ടാവുക. ആ ഒരു ക്രോസ് ഇതെല്ലാം ഉണ്ടാവുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്തു. ഹാൻഡിൽ വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്തു. ഹാൻഡിൽ ഫിറ്റ് ചെയ്യാനേ ഉണ്ടാവും ഇതിന്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വുഡൻ ഡോറിന് മെയിനായിട്ട് വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫിനിഷിംഗ് ആണ്. ഫിനിഷിങ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫിനിഷിങ്ങിൻ്റെ കാര്യമൊക്കെ. കാരണം ഈ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ഒരിക്കലും വുഡൻ കൊണ്ടുവരാൻ പറ്റില്ല. ഇത് റിയൽ വുഡൻ ഇത് ഇങ്ങനെ ആക്കിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ഒരു എന്തൊക്കെയാണെങ്കിലും വുഡൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അതിൻ്റെ പണിക്കൂലി, പിന്നെ അതുപോലെ തന്നെ അതിനായിട്ട് വരുന്ന സമയം ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് ഏകദേശം ഒരു 60 to 70% നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാവും, ലാഭം ഉണ്ടാവും പ്രൈസ് റേഞ്ചിൽ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പം ഫ്രെയിമേലൊന്നല്ല, ജസ്റ്റ് ആ ഫ്രെയിം അവിടെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് പിടിച്ച് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഓക്കെ, ഓപ്പൺ ചെയ്തു. അപ്പം ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു ഗ്യാപ്പിൽ ഇപ്പം നമ്മൾ ഇവിടെ സൈഡിൽ മുകളിലായിട്ട് വരുന്നതാണ്. താഴെ ഉണ്ട്, താഴെ മുതൽ ലോക്ക് വരുന്നുണ്ട്. താഴെ 2 ലോക്ക്, സൈഡിലേക്ക് 2 ലോക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സെൻറ്ററിലേക്ക് 5 ലോക്ക് വരുന്നുണ്ട് സെൻറ്ററിൽ. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകുമ്പോൾ മുകൾ സൈഡിലും 2 ലോക്ക് വരുന്നുണ്ട്. മുകൾ സൈഡിൽ 2 ലോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലെ സൈഡിലാണ്, ടോപ്പിൽ 2 ലോക്ക് വേറെയും വരുന്നുണ്ട്. ഇത് മുകളിലെ സൈഡിലാണ്, ഇത് ടോപ്പിൽ 2 ലോക്ക് വേറെയും വരുന്നുണ്ട്.
അപ്പം മൊത്തത്തിൽ ആ ഒരു ഡോറിൻ്റെ ഇതിനനുസരിച്ച് സെക്യൂരിറ്റി പല ഓപ്ഷൻസും ഉണ്ട്, പലതരത്തിലും വരുന്നുണ്ട്. ഈ ഹോള് ഇടയ്ക്ക് കാണുന്ന ആ ഹോള് നമുക്ക് ആങ്കർ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ്. അത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആങ്കർ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യും. ഈ ഹോള് നമ്മൾ ആങ്കർ ബോൾട്ട് ഇട്ടിട്ട് ആങ്കർ ബോൾട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോളാണത്. അതുപോലെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നൈലോൺ ബീഡിങ് വരുന്നുണ്ട്. നൈലോൺ ബീഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് AC ഒക്കെ ആണെങ്കിൽ വെതർ കറക്റ്റായിട്ട് ഉള്ളിൽ വായു നിൽക്കാനും, അതുപോലെ തന്നെ ചില ഡോർ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജസ് ഒക്കെ ഒഴിവാക്കാനും ഒക്കെ വരുന്നുണ്ട്. ഇതിൽ റബ്ബർ വരുന്നുണ്ട്. റബ്ബർ കുറച്ച് കഴിഞ്ഞാൽ മെൽറ്റാവും. അത് സാധാരണ നമ്മൾ സ്റ്റീൽ ഡോർ മേടിക്കുമ്പം ആ ഒരു സംഭവം ശ്രദ്ധിക്കണം. ഇത് നൈലോൺ ആവുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പം കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കംപ്ലൈൻറ്റുകൾ വരാറില്ല. അപ്പം ഇതിൽ വേറെ 2-3 കാര്യങ്ങൾ നമ്മൾ പറയണത്, ചില ആൾക്കാർക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവും ഈ ഇടിമിന്നൽ ഏൽക്കുമെന്നൊക്കെ ഉള്ളത്. അതൊന്നും പ്രത്യേകിച്ച് അതിനൊന്നും ആൻസർ പറയേണ്ട ഒരു ചോദ്യമല്ല. അത് അങ്ങനെയുള്ള സാധ്യതകളില്ല എന്ന് വേണം പറയാൻ. പിന്നെ നമ്മൾ ഇടിമിന്നലേൽക്കാൻ നമുക്ക് ഇപ്പം ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഇടിമിന്നലേൽക്കും, അത് സ്റ്റീലല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിലൊന്നും പ്രത്യേകിച്ച് ഒരു ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തമായ ചോദ്യമല്ല അത്. അതുപോലെ തന്നെ നമ്മൾ മരത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ മഴക്കാലം ആകുമ്പം അത് ശരിക്കും ടൈറ്റ് ആവുകയും വേനൽക്കാലം ആകുമ്പം ലൂസാവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരും മഴക്കാലം ആകുമ്പോൾ. വേനൽക്കാലം ആകുമ്പം ശരിക്കും ലൂസായിട്ട് ഹോള് പോലെ കാണാം. അതുപോലെ തന്നെ ചിതൽ ഭയങ്കര ഒരു പ്രശ്നമാണ് മരത്തിൽ. പിന്നെ പ്രാണിക്കുത്ത്, ഒരു തരം ചെറു പ്രാണികളുണ്ട്, പ്രാണിക്കുത്ത് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം വരാറുണ്ട്. പിന്നെ നമുക്ക് വരുന്നത്, പിന്നെ ഇത് ഒക്കെ ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന സമയവും അതിൻ്റെ മുതൽ മുടക്കമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലെ സ്റ്റീൽ ഡോറുകൾ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റീൽ ഡോറിൻ്റെ കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നുണ്ട്. ഇതിൻ്റെ മാനുഫാക്ചറിങ് രീതിയും അതിൻ്റെ ബിസിനസ്സിലേക്ക് കിടക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് വേറെ വരുന്നുണ്ട്. അപ്പം കൂടുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.